ഈ 28 വർഷത്തെ എക്സ്പീരിയൻസ് സിനിമയിൽ അത് തന്നെയാണ് അനുഭവങ്ങൾ. ഒരുപാട് പല അനുഭവത്തിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. അത് രസകരമായതും സന്തോഷിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇപ്പോഴും പഴയ കാലത്തെ ഓർത്തു വയ്ക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ള അനുഭവം, ഓർത്തു വയ്ക്കാൻ ഏറ്റവും കൂടുതൽ രസകരമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ഞാൻ പോകുമ്പോൾ അവിടെയുള്ളവർക്ക് ഒരുപക്ഷെ എൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ ഓർത്തു വയ്ക്കാൻ സമ്മാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഓർത്തെടുക്കാനുള്ള എനിക്ക് എൻ്റെ എല്ലാ നിമിഷങ്ങളും ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യുന്നതിന് കണക്കുണ്ടെന്ന് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവരിലേക്ക് പോകാറില്ല. പിന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഘട്ടം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല ബന്ധമെന്ന് വിചാരിച്ച് പലരെയും നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ അവർ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് ഏറ്റവും വലിയ വിഷമം. സിനിമയ്ക്കകത്ത് അത് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ആ ബന്ധത്തെ പിരിയാൻ നമുക്കൊരു വിഷമമാണ്, നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകും. അപ്പം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. സിനിമയിൽ അത് കൂടുതലാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു കളയാൻ ശ്രമിക്കും. അതാണ് രണ്ട് വേരിയേഷൻ. എനിക്ക് രണ്ടും ഞാൻ തന്നെ എന്നിൽ ബാലൻസ് ചെയ്ത് പോകും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അവരൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഹ്യൂമർ അത് വേണ്ടായിരുന്നു, കൈ ഇങ്ങനെ വെച്ചാൽ ശരിയായില്ല, അല്ലെങ്കിൽ നോട്ടം ശരിയായില്ല. അവർ എന്നെ തിരുത്തി ഞാനൊരു ഇപ്പോൾ ഒരു ക്യാരക്ടറോട് ചെയ്യുമ്പോൾ ഒരു ആക്ടർ ആയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള അവകാശം മറ്റാർക്കുമല്ല, എൻ്റെ ഫാമിലിക്കാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അതിൽ അഭിനയിപ്പിക്കുന്നതിൽ സംവിധായകർക്ക് വലിയൊരു പങ്കുണ്ടാവും. പക്ഷെ അതിന് തയ്യാറായി ഒരു വേഷം തരാൻ ഒരു സംവിധായകൻ ഉണ്ടായാൽ മാത്രമേ ഒരു നടനുണ്ടാവുള്ളൂ, ഉറപ്പായിട്ടും. അപ്പോൾ അയാളത് ചെയ്താൽ ശരിയാവില്ല എന്ന് സംവിധായകൻ പറയണമെങ്കിൽ അയാളെ ചെയ്യിപ്പിച്ച് നോക്കാതെ പറയുമ്പോഴാണ് ഒരു നടന്റെ അവസരം നഷ്ടമാണ്. ഉറപ്പായിട്ടും. അങ്ങനെ ഏതെങ്കിലും അവസരം ഒരുപാട് നഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്കറിയാം അപ്പോഴേ ആ സിനിമ ഉണ്ടാവില്ല. അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. അത് വേറെ ആൾ ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം വെച്ചാൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ നമുക്കത് കിട്ടാതെ പോകുന്നൊരു വിഷമമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടാതെ ഉള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും വലിയ നടന്മാർ, അതായത് ഒരുപക്ഷെ നെടുമുടി വേണുചേട്ടനാവാം, അല്ലെങ്കിൽ ബാലേന്ദ്ര മേനോൻ സാറാവാം, അല്ലെങ്കിൽ രാജ്യം പി ദേവ്, എൻ്റെ കൂടെ അഭിനയിച്ചത് നരേന്ദ്രപ്രസാദ്, ശങ്കരാടിച്ചേട്ടൻ, ഒടുവിലാൻ എന്ന് വേണ്ട മലയാള സിനിമയിലെ ആ മുൻനിര നായകന്മാരൊക്കെ എനിക്ക് നല്ല ടീച്ചർമാരായിരുന്നു. തിലകൻ സാറ് വരെ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവരഭിനയിക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ നോക്കി കാണുന്നു. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അധ്യാപകർ എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വലിയ കുഴപ്പമായിരുന്നു. പക്ഷെ ഞാൻ ഈ പഠനത്തിൽ ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് നമുക്ക് ഒരിക്കലും ആ എക്സ്പ്രഷൻസും ആ ഒരു കഴിവൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ അവരിൽ നിന്ന് എന്തൊക്കെയോ നമ്മളൊരു പക്ഷേ നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ലെജൻസാണ് മലയാള സിനിമയിൽ. മുരളിച്ചേട്ടൻ്റെ എൻ്റെ ബ്രദറായിട്ട് 2 വർഷം അഭിനയിച്ചു. 2 വർഷം മുരളിച്ചേട്ടനൊക്കെ ഞാൻ അഭിനയിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും, നമുക്കിത് പറ്റുന്നില്ലല്ലോ എന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെയുള്ള മലയാള സിനിമയിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളൊരു നല്ല നടൻ നമ്മുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമുക്ക് ഓപ്പോസിറ്റ് പെർഫോം ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാൻ, നമുക്ക് ഇൻപുട്ട് ഇത് കൊടുക്കാൻ പറ്റും. മീൻ നമ്മുടെ ഉള്ളിലുള്ളത് തിരിച്ചു വരുന്നത്, റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സത്യത്തിൽ ഒരുപാട് പേരുടെ കൂടെ ഈ 28 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ശരിക്കും അഭിനയിക്കാത്ത ഒരു കോംബോ വേറെ ഉണ്ടാവില്ല അല്ലേ? എല്ലാവരുടെ കൂടെയും അഭിനയിച്ചു. എല്ലാവരുടെ കൂടെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. അത് എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് അത് സംഭവം. ഞാനൊരു കല്യാണിൻ്റെ ആഡ് പരസ്യം, പക്ഷെ ഞാൻ ഫേസ് ടു ഫേസ് ഞാൻ പുള്ളിയോട് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നു. അപ്പം ഞാൻ റീസെന്റ് ആയിട്ട് വന്നാണോ? അല്ല, കുറച്ച് നാൾ മുമ്പായിരുന്നു. അതൊരു പരസ്യം അത് റിലീസ് ചെയ്തതിന് ശേഷം അത് ചെറിയൊരു സ്റ്റൈലിൽ വന്നിട്ട് നിന്നു. പക്ഷെ അത് ഉഗ്രം പരസ്യമാണ്. പക്ഷെ അഭിനയിച്ചു. അപ്പൊ അഭിനയിച്ച് രണ്ടാമത്തെ പരസ്യത്തിൽ ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു. രണ്ടാമത്തെ പരസ്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത് കല്യാണത്തിന്. പക്ഷെ അതിനകത്ത് അമിതാഭ് ബച്ചൻ സാറ്, നാഗാർജുന, ശിവരാജ് കുമാർ, പ്രഭു സാറ്, മഞ്ജു വാര്യർ, കത്രീന കൈഫ് എന്ന് തുടങ്ങി ജയ ബച്ചൻ വരെയുള്ള വൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ 5 ദിവസം ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ 5 ദിവസം 5 ഡേയ്സ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ആ സമയത്ത് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് എല്ലാവരുടെയും ഫുഡാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ബച്ചൻ സാർ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, അദ്ദേഹം സംസാരിക്കുന്നു, ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഹിന്ദിയൊന്നും വലുതായിട്ട് മനസ്സിലാവില്ലെങ്കിലും എന്തോ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മുടെ തൊട്ടടുത്താണ്.
അതിന് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം അഭിനയിക്കാൻ വേണ്ടി സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് ഭയമായിരുന്നു. അമിതാഭ് ബച്ചൻ സാറോട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭയമല്ല, കാരണം ഇന്ത്യ ഏറ്റവും വലിയ നടൻ, ലെജൻഡറി. അയാൾ നിൽക്കുന്നു, മഞ്ജു വാര്യരുണ്ട്. മഞ്ജു വാര്യർ പിന്നെ നമുക്ക് നമ്മുടെ മലയാളത്തിന് നമ്മുടെ സ്വന്തമാണ്. അവർ നിൽക്കുന്ന സമയത്ത്, ബച്ചൻ സാർ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ ഓർത്തു, നിനക്ക് ഒരവസരമേ ഉള്ളൂ. അദ്ദേഹം നീ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നണം ഇവൻ കൊള്ളാം, അല്ലെങ്കിൽ ഇവൻ ആരാണ് എന്ന് ചിന്തിക്കണം എന്ന അവസ്ഥയിൽ നീ അപ്പം ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ അതൊരു അവസരമുള്ളൂ, കിട്ടൂല, ഒറ്റ സെക്കൻഡേ ഉള്ളൂ. പരസ്യത്തിനാകെ 5 സെക്കൻഡ്. അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഓക്കെ ആയി. ഡയറക്ടർ വളരെ ഹാപ്പിയായി, റിയാക്ഷൻസ് എല്ലാം എടുത്ത്. എനിക്കാണ് കൂടുതൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായത്. ബച്ചൻ സാറിന് ഒരു ചെറിയ ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ബച്ചൻ സാറിന് ഇരിക്കുന്ന ആ പ്രസൻസിൽ ഞാനത് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫേസിൽ ബച്ചൻ സാറാണ് ക്ലാപ്പ് ബോർഡ് വെച്ചത്. കാരണം കുട്ടിക്ക് ഹൈറ്റ് എത്താത്തതുകൊണ്ട് അസിസ്റ്റൻ്റായിട്ട് ബച്ചൻ സാർ പറഞ്ഞ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വെച്ചിട്ട് ആണ് ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന ഓർമ്മകൾ. ഉറപ്പായിട്ടും ഈ പുതിയ ജനറേഷൻ്റെ സിനിമ മേക്കേഴ്സ് ഉണ്ട്, അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗ്രാബ് ചെയ്യാൻ പറ്റാറുണ്ടോ? അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ ഈ നമ്മുടെ 28 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലാതെ? അവരിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ജോഷി സാറൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പഴയ ആൾക്കാർ അവരാണ് ഇപ്പോൾ ഉള്ള സജീവമായിട്ട് നിൽക്കുന്നതിന് അവരൊക്കെ സാറും. അപ്പോൾ അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന രീതിയിൽ അന്നത്തെ കാലത്ത് മോണിറ്റർ ഇല്ല, മൈക്കില്ല, ശബ്ദം ഒന്നുമില്ല. ഓൺലി അയാളുടെ കണ്ണുകളിലൂടെ ആ വ്യൂവിൽ മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ക്യാമറയ്ക്കകത്തൂടെ ജസ്റ്റ് ഫ്രെയിം നോക്കിയിട്ട് മാത്രം. അതിൽ വിജയ് സാർ ഈ നാട് പോലുള്ള അത്രയും ക്രൗഡുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. നമുക്ക് ഇന്ന് മൈക്ക് ഉണ്ടായാൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഷൂട്ടിംഗ് കാണാൻ അത്രയും ജനവും അവരെ കൺട്രോൾ ചെയ്തിട്ട് സിനിമ എടുത്ത ആൾക്കാർ. പക്ഷെ ഇപ്പം നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ മോണിറ്ററിൽ എല്ലാവരും നടന്മാരും മേക്കപ്പ് മാനും എല്ലാവരും വന്നിരുന്നിട്ട് അവരവരുടെ കുറവുകളും നോക്കി അത് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോൾ സിനിമ പോകുന്നത്. അപ്പോൾ കൂട്ടായ്മയിൽ അതിനകത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഓൾറെഡി എല്ലാറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്താണ്. അതെ, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിങ്ങിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇത് പറഞ്ഞു ഏറ്റവും, പക്ഷെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ അന്നത്തെ നല്ല സിനിമകളില്ലെന്നാണ്. അതാണ് എൻ്റെ പ്രത്യേകത. നല്ല സിനിമകൾ റയറായിട്ടാണ് വരുന്നത്. എക്സ്പീരിയൻസ്ഡ് ക്രൂ ആയി, പ്രൊഫഷണൽസ് ആയി, പക്ഷേ ഏറ്റവും കുറവ് എന്നുള്ളത് നല്ല കഥകളാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയൊരു സാധനമുണ്ട്, കുടുംബത്തെക്കുറിച്ച്. അതായത് കുടുംബമാണ് ഏറ്റവും ക്രിട്ടിസൈസ് എന്നുള്ളത് പറഞ്ഞു. കുടുംബവിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുടുംബവിശേഷം, ഒരു ഭാര്യ, 2 പെൺകുട്ടികൾ. അപ്പോൾ നല്ല ലൈഫ് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എല്ലാ ഫാമിലി ലൈഫും നല്ല ലൈഫാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ 2 പെൺകുട്ടികളായതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതൽ ഫാമിലിയോട് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്. പിന്നെ ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് യാത്രകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല ഫുഡീസാണ്. 4 പേരും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടു കഴിഞ്ഞ് മനസ്സിലാവും. അപ്പോൾ അത് ആ ഒരിക്കലും ഇല്ല. പക്ഷെ എന്നാലും കൂടെ ഞങ്ങളെ എല്ലാവർക്കും അറിയാം. കാരണം ഞങ്ങളെ മിക്കപ്പോഴും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഫുഡിൻ്റെയും പലതാണ്, യാത്രകളുടെയും കാര്യം. അപ്പോൾ നമ്മളൊരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും കുടുംബമാകുമ്പോൾ പല കാര്യങ്ങളുണ്ട് മക്കളുടെ കാര്യത്തിലും ഉണ്ടെങ്കിൽ, നമ്മൾ അന്ന് വൈകുന്നേരത്ത് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ കാറിൽ ട്രാവൽ ചെയ്യും. അതാണ് ഞങ്ങളുടെ ആ ഒരു പ്രോബ്ലം അതോടുകൂടി തീരും. യാത്രകൾ എപ്പോഴും നമ്മളെ ഫ്രഷ് ആയിക്കോട്ടെ. അപ്പം അങ്ങനെ മോളിപ്പോൾ ചെന്നൈയിലാണ് അവൾ പഠിക്കുക. MSc ബയോടെക് കഴിഞ്ഞാണ്. ചെറിയ ആൾ 7th-ലാണ്. അവൾ ഇത് ചെയ്യണം. അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മോള് ഹീറോയിനായിട്ടൊരു പടം കഴിഞ്ഞു, റിലീസിന് നിൽക്കുന്നു. പക്ഷെ അവൾ ജോലി അവിടെ ചെന്നൈയിലായതുകൊണ്ട് പിന്നെ പഠനം പ്രധാനമാക്കി. വേണമെങ്കിൽ പിന്നീട് ആവാം. ചെറിയ ആളാണ് അയ്യപ്പനും കോശിയിൽ പുത്തുരാൻ്റെ മോള്, ചെറിയ ആളാണ്. പിന്നെ ഭാര്യ കുറേ സിനിമകളിലുള്ളതുകൊണ്ട് അവരെ അറിയാം. അപ്പം 4 പേരും സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു ഫാമിലിയാണെന്ന് എല്ലാവരും തമാശയ്ക്ക് പറയും. പക്ഷെ 4 പേരും ഇത്തിരി എല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനുള്ള ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ പാലക്കാടുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. പല സിനിമകളിലും എന്താണ് ഈ പാലക്കാടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ ഏറ്റവും ആദ്യം വിളിക്കുക നിങ്ങളെയാണ് എന്നുള്ള ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പാലക്കാടൻ ഭാഷ പറയുമ്പോൾ ആദ്യം എന്നോട് പറയാറുണ്ട്. ഇപ്പോൾ ബിജു മേനോൻ ഓർഡിനറി ഡബ് ചെയ്യുമ്പോൾ ഞാൻ റെഫറൻസിന് വേണ്ടി ഞാൻ വിളിച്ചു പോയി ഡബിങ്ങിനൊക്കെ ഇരുന്നിട്ടുണ്ട്. ജയറാമൻ ഫുൾ ഒരു മാസം ഞാൻ ഉത്സാഹ കമ്മിറ്റി. ഇപ്പോഴും പല സിനിമകളും പാലക്കാടൻ ലാംഗ്വേജ് വരുമ്പോൾ ആദ്യം എന്നെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഒരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ അതില്ല. പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പല രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്
അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഈ പാലക്കാടൻ ഭാഷ പ്രസന്റ് ചെയ്ത് ആരാ ഉള്ളത്? ഏറ്റവും രസകരമായിട്ട് ഏത് സിനിമയിലാണ് വന്നിട്ടുള്ളത്? രസകരമായിട്ടുള്ള ഓർഡിനറി തന്നെ ബീച്ചാണ്. പക്ഷെ ബീച്ചായിട്ട് അന്ന് എനിക്ക് തോന്നുന്നു പേടിച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം അത് അന്ന് ഇത് വർക്കൗട്ട് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ക്ലിക്കായി. പക്ഷെ അത് ക്ലിക്കാവോ ഇല്ലയോ എന്നുള്ള സംശയം കൊണ്ട് പുള്ളി വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിന്റെ ഒരു മെയിൻ സാധനം മാത്രമായിട്ടാണ് പുള്ളി ചെയ്തത്. ഈ ഭാഷാ വൈവിധ്യം ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക ഏതെങ്കിലും സിനിമയിൽ ഈ പാലക്കാട് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്? അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു. അല്ല, അടുത്ത ഒരു സാധനം മമ്മൂട്ടി പാലക്കാട് ഭാഷ കൂടി പറയേണ്ട ഒരു സാധനം നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഉറപ്പായിട്ട് അദ്ദേഹം ചെയ്യായിരിക്കും. അപ്പോഴും ഈ പറയുന്ന രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ പോലൊരു ലെജൻഡ് അതിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 100% റിസർച്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ വളരെ രസമാണ് പാലക്കാട് ഭാഷ. നമ്മൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് പാലക്കാട് ഭാഷയിൽ നമുക്ക് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാലോ? പാലക്കാടൻ ഭാഷ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ഇത് ഈ പറയുന്ന ഇപ്പൊ നമ്മള് ഒരുപാട് ഇപ്പൊ അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പാലക്കാടൻ ഭാഷ എന്ന് പറയുമ്പോ നിങ്ങൾ എന്താണ് എന്നൊക്കെ പറയും. അതല്ല ശരിക്കും എന്താ നിങ്ങളൊരു കൂട്ടം കൂടാണ് കേട്ടാ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് അങ്ങ് അത്രയും താഴെയാണ്, ഭയങ്കര കുറച്ച് താഴെയാണ്. മറ്റേ എന്താണ് പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട് അങ്ങനെ പറയും. അതല്ല, അങ്ങനെ സൗണ്ടേ മാറും. അങ്ങനെ മാറ്റമലക്കിന് വീട് കൊണ്ട് 3-4 ദിവസം ഇരുന്നും കൊണ്ട് കുഞ്ഞിക്കിടത്തിൽ എന്താണ് നീ പറയാണ് അങ്ങനെ പറയുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് ലാംഗ്വേജ്. അത് നമ്മൾ പറയുന്ന സമയത്ത് അയാളുടെ മകളാണ് ഇത്ര ഒരു ഞാൻ പറയണ എന്ത് ന്യായം, ഒരു ബേസ് ഇല്ല, ഭയങ്കര ഏറ്റവും താഴെയാണ്. അങ്ങനെ എന്താ അറിയോ ചെക്ക അങ്ങനെ കൊണ്ട് വഴി കൊടുങ്ങി നടക്കുമ്പോ അങ്ങനെയൊക്കെ അതെ ഇത് പറഞ്ഞ് നമ്മളെ കൊണ്ടാണ് എന്നെ കൊണ്ട് നടത്തിക്കുകയാണെന്നുള്ളത് പറയുന്ന ഒരു എക്സ്ട്രീം. അതാണ് അതിന്റെ കറക്റ്റ്. മീറ്ററും അവരുടെ രീതികളും ഒക്കെ വേറെ ആയിരിക്കും. നല്ല സ്റ്റൈലായിട്ട് ഇതാവുന്ന ആളും സംസാരിക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങിപ്പോകും. അതെ. അപ്പോൾ നമ്മൾ സിനിമാ വിശേഷങ്ങളുടെ തുടക്കം, അതായത് സിനിമാ യാത്രയുടെ തുടക്കം, സീരിയലിന്റെ കഥ, കുടുംബവിശേഷം, ഇപ്പോൾ എത്തി നിൽക്കുന്ന പ്രൊജക്ടുകൾ, ഇനി മുൻപോട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? ഇനി എല്ലാം വാക്കാൽ ചർച്ചകളിലൊക്കെ ഉണ്ട്. പല പടങ്ങളും ഓഫറുണ്ട്. അടുത്ത പടത്തിന് നിങ്ങൾ പ്രധാന വേഷം, എനിക്ക് വേണ്ടി കഥ എഴുതുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നടക്കുമ്പോൾ കറക്റ്റായിട്ട് വിശേഷങ്ങൾ ഞാൻ അറിയിക്കാം. അതെ. അപ്പോൾ ഇനി നടക്കുമ്പോൾ ഈ നടപ്പും ഓർമ്മ വയ്ക്കുക. ഇനി ഇതേപോലെ നമുക്ക് വീണ്ടും നടക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഷാജു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നമ്മളിങ്ങനെ പുള്ളിയെ നടത്തി വിഷമിപ്പിച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാണ് ഷാജു ചേട്ടനെ. ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സാധാരണഗതിയിൽ വാക്ക് വിത്ത് സ്റ്റാർ എന്നാണെന്നുണ്ടെങ്കിലും ഞാൻ സ്റ്റാർ ആവാത്തതുകൊണ്ട് വാക്ക് വിത്ത് അത്രയും മതി. കാരണം സൗഹൃദത്തിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഗുമസ്ത എന്നുള്ള സിനിമയിലാണ് നമ്മളെല്ലാവരും കാണുന്നതും പരിചയപ്പെടുന്ന അടുത്ത ഇടപഴകുന്നതും ഒക്കെ. അപ്പോൾ ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വലിയ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന, ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേഷങ്ങളിൽ ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും നേരം എൻ്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തമ്മിൽ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിച്ചു. അല്ല ഒരു ഇൻ്റർവ്യൂ പോലെയല്ല. തീർച്ചയായിട്ടും കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകരും ഇത് കാണും. അപ്പോൾ കാണുമ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ഒരു നല്ല നടനാവട്ടെ എന്നും നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ എനിക്ക് വേണ്ടി പ്രേക്ഷകരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ എല്ലാം എന്നാൽ പറ്റുന്ന പോലെയൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരുടെ പ്രാർത്ഥനകളും കൂട്ടത്തിലുണ്ടാവും. ഇനി ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നുള്ളത് ഞങ്ങളും പ്രേക്ഷകരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിട പറയുകയാണ്. ദിസ് ഇസ് നിബിൻ നവാസ് സൈനിങ് ഔട്ട്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു അതിഥിയുമായിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങും. നിങ്ങളും ഉണ്ടാവണം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.